നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 3 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശികളായ ജഗൻജായ് പ്രേമി ദമ്പതികളുടെ ഇളയ മകൻ ദീപേന്ദ്ര ബഗനാണ് വാഗ കാക്കത്തുരുത്തിലെ ഫാമിലെ കുളത്തിൽ വീണ് മരിച്ചത്. കേച്ചേരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. പട്ടിക്കര സ്വദേശി ഊട്ടുമഠത്തിൽ സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേലൂർ ദേവിച്ചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്ത് കരാറുണ്ടാക്കുന്ന നടപടിയിൽ വരവൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതിനാൽ പഞ്ചായത്തിന് 55 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി 4ാം വാർഡ് മെമ്പർ എം വീരചന്ദ്രൻ. പഞ്ചായത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വീരചന്ദ്രൻ തൃശൂർ ജില്ലാ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ നേതാക്കളുടെ തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകി. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി. ദക്ഷിണേന്ത്യയിലെ പുണ്യതീർത്ഥാടന കേന്ദ്രമായ പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ 115ാമത് ജാറം ആണ്ട് നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും. ശൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ 115ാമത് ആണ്ട് നേർച്ചയാണ് ഓഗസ്റ്റ് 20 മുതൽ 24 വരെ ആഘോഷിക്കുന്നത്. വാർത്തകൾ വിശദമായി. പിഞ്ചുകുഞ്ഞ് കുളത്തിൽ വീണ് മരിച്ചു. വാഗ കാക്കത്തുരുത്തിലെ ഫാമിൽ കുളത്തിൽ വീണാണ് 3 വയസ്സുകാരൻ മരിച്ചത്. ജാർഖണ്ഡ് സ്വദേശികളായ ജഗൻജായ് പ്രേമി ദമ്പതികളുടെ ഇളയ മകൻ ദീപേന്ദ്ര ബഗനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. കാക്കശ്ശേരി പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലുള്ള വീട്ടിലായിരുന്നു ജനംജായ് പ്രേമി ദമ്പതികളുടെ താമസം. വീടിന്റെ മുന്നിൽ മത്സ്യം വളർത്തുന്നതിനായി നിർമ്മിച്ച കുളത്തിലാണ് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കുട്ടി വീണത്. മാതാവ് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി കുളത്തിലേക്ക് ചാടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു. കുട്ടിയുടെ അമ്മയുടെ നിലവിളി ശബ്ദം കേട്ടാണ് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയതെന്ന് സമീപവാസിയായ പൊന്നോത്ത് പരമൻ പറഞ്ഞു. ഓടിയെത്തി കുളത്തിലേക്ക് ചാടിയെങ്കിലും കുളത്തിന്റെ ആഴത്തെക്കുറിച്ച് ധാരണയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുണ്ടായെന്നും പരമൻ വ്യക്തമാക്കി. സംഭവം നടക്കുമ്പോൾ ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്. 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ അമ്മ വന്നിട്ട് പറയുന്നത് വീട്ടിലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓടി വന്ന് ഇതിൽ ചാടി മുങ്ങി നോക്കുമ്പോൾ ഒരു മര്യാദ ആഴുണ്ട്. എന്നിട്ട് അപ്പോഴൊന്നും ഇവിടെ അടുത്തുള്ളവരൊക്കെ ഓടി വന്ന് ചാടി അങ്ങനെ ഇറങ്ങി പിടിച്ചു. അതിലൊരൊറ്റ മുകളിൽ തന്നെ കിട്ടി. അങ്ങനെ എടുത്തിട്ട് പിന്നെ ആശുപത്രിയിൽ പോയി. ഇവിടെ ഞങ്ങൾ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ചെയ്തു നോക്കി, പക്ഷേ രക്ഷയില്ല. അങ്ങനെ ബൈക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഉണ്ടായത് ഒരു മാസമായി ഉണ്ടാവുള്ളൂ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട്. അതിൻ്റെ അച്ഛനും അമ്മയും ഒരു കുട്ടി. അപ്പോൾ ഇവിടെയുള്ള ഈ പറമ്പിലെ കൃഷിപ്പണിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കണം. ഒരു 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടിക്ക്. പിന്നീട് അയൽവാസിയായ മൂക്കോല വിജീഷാണ് 3 ആൾ താഴ്ചയുള്ള കുളത്തിന്റെ ഇടതുവശത്തെ മൂലയിൽ നിന്ന് കുട്ടിയെ പുറത്തെടുത്തത്. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 1 മാസം മുൻപാണ് അതിഥി തൊഴിലാളി കുടുംബം ഇവിടേക്ക് ജോലിക്കായി എത്തിയത്. ഫാമിലെ ജോലിക്കൊപ്പം ഉടമയുടെ കാക്കശ്ശേരിയിലുള്ള വീട്ടുപറമ്പിലും ജനംജായ് ജോലി ചെയ്തു വരികയായിരുന്നു. ദമ്പതികളുടെ മൂത്ത 2 കുട്ടികൾ നാട്ടിലാണുള്ളത്. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള കുട്ടിയുടെ മൃതദേഹം പാവർട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചെറുതുരുത്തി പുണ്യതീരത്ത് സംസ്കാരം നടത്തി. വാഗ AKG നഗറിലുള്ള അമൃത അങ്കണവാടിയിലെ വിദ്യാർത്ഥിയായിരുന്നു ദീപേന്ദ്ര ബഗൻ. ഉപജീവനത്തിനായി കേരളത്തിലെത്തിയ ജഗൻജായ് പ്രേമി ദമ്പതികൾക്ക് നഷ്ടമായത് തങ്ങളുടെ പിഞ്ചോമനയെ. വാഗ കാക്കത്തുരുത്തിൽ ഫാമിലെ ജോലിക്കെത്തിയ ദമ്പതികളുടെ 3 വയസ്സുകാരനായ മകൻ ദീപേന്ദ്ര ബഗനാണ് രാവിലെ കുളത്തിൽ വീണ് മരിച്ചത്. കാക്കശ്ശേരി സ്വദേശി പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാക്കത്തുരുത്തിലെ ഫാം. ഇവിടെ ജോലിക്കെത്തിയ കുടുംബം ഫാം ഹൌസിലാണ് താമസിച്ചിരുന്നത്. മൂത്ത 2 കുട്ടികളെ നാട്ടിൽ ബന്ധുക്കൾക്കൊപ്പം നിർത്തിയാണ് ഇളയവനായ ദീപേന്ദ്രയുമായി ജഗൻജായും പ്രേമിയും കേരളത്തിലെത്തിയത്. ഫാം ഹൌസിൽ താമസിച്ച് ജോലി ചെയ്തു വരുന്നതിനൊപ്പം മകന് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന ആഗ്രഹവും മാതാപിതാക്കൾക്കുണ്ടായിരുന്നു.
ഇതിന്റെ ഭാഗമായി ദീപേന്ദ്രയെ അംഗൻവാടിയിൽ അയച്ച് പഠിപ്പിച്ചു വരികയായിരുന്നു. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള പ്രയത്നങ്ങൾക്ക് തുടക്കം കുറിച്ച ഘട്ടത്തിലാണ് കുടുംബത്തിനെ ആകെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ദുരന്തം നടന്നത്. മാതാപിതാക്കളുടെ ശ്രദ്ധ തെറ്റിയ നിമിഷത്തിൽ മത്സ്യം വളർത്തുന്നതിനായുള്ള കുളത്തിലേക്ക് കുട്ടിയെത്തുകയും അബദ്ധത്തിൽ വീഴുകയുമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ചേതനയേറ്റ പിഞ്ചു ശരീരമാണ് കണ്ടെടുക്കാനായത്. നിറവാർന്ന സ്വപ്നങ്ങൾ മെനഞ്ഞ് കേരളത്തിന്റെ മണ്ണിലെത്തിയ ജാർഖണ്ഡ് സ്വദേശികളായ ജഗനും പ്രേമിയും പിഞ്ചോമന നഷ്ടപ്പെട്ടതിന്റെ തീരാവേദനയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കേച്ചേരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പട്ടിക്കര സ്വദേശി ഊട്ടുമഠത്തിൽ സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേച്ചേരി പട്ടിക്കര സ്വദേശി ചൂണ്ടപുരയ്ക്കൽ വീട്ടിൽ ജയചന്ദ്രനാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റത്. സംഭവത്തിൽ സുജിത്തിനെതിരെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. സംഭവ ദിവസമുണ്ടായ തർക്കത്തിനിടെ സുജിത്ത് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ജയചന്ദ്രനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കൈക്ക് സാരമായി കുത്തേറ്റ ജയചന്ദ്രനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചേലൂർ ദേവിച്ചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്ത് കരാറുണ്ടാക്കുന്ന നടപടിയിൽ വരവൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതിനാൽ പഞ്ചായത്തിന് 55 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി 4ാം വാർഡ് മെമ്പർ എം വീരചന്ദ്രൻ. പഞ്ചായത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വീരചന്ദ്രൻ തൃശൂർ ജില്ലാ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. 2022-23 വർഷത്തെ പദ്ധതിയിലാണ് 4 ഏക്കറിലധികം വിസ്തൃതിയിലുള്ള ചേലൂർ ദേവിച്ചിറ ആഴംകുട്ടി നവീകരിച്ചത്. ഇതിന്റെ ഭാഗമായി നീക്കം ചെയ്ത കളിമണ്ണും ചുവന്ന മണ്ണും 2 കരാറുകാർക്കായി 55 ലക്ഷം രൂപയ്ക്ക് മുകളിലായി ലേലം ചെയ്തിരുന്നു. എന്നാൽ ചുവന്ന മണ്ണ് കൊണ്ടുപോയെങ്കിലും കളിമണ്ണ് ലേലത്തിനെടുത്ത കരാറുകാരൻ കളിമണ്ണ് കൊണ്ടുപോകുവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിനാൽ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിലേക്ക് ലഭിക്കേണ്ട 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കരാറുകാരുമായി നിയമപ്രകാരം കരാർ ഉണ്ടാക്കുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വരുത്തിയ വീഴ്ചയാണ് പഞ്ചായത്തിന് ലഭിക്കേണ്ട ഭീമമായ തുക നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ഈ കരാറുകാരൻ 50,000 രൂപ അഡ്വാൻസായി അടച്ചിട്ടുണ്ട്. എന്നാൽ കൃത്യമായി കരാർ ഇല്ലാത്തതിനാൽ ഇയാളിൽ നിന്നും പിഴ ഈടാക്കുവാനോ ഇയാളെ കരാറിൽ നിന്ന് ഒഴിവാക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ്. കളിമണ്ണ് ഇപ്പോൾ കട്ട പിടിച്ച് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. ചുവന്ന മണ്ണ് കൊണ്ടുപോയ കരാറുകാരൻ അടച്ച തുക എത്രയെന്ന് കണക്കിലില്ലെന്നും എം വീരേന്ദ്രൻ ആരോപിച്ചു. പഞ്ചായത്തിന് ലഭിക്കേണ്ട മണലുമായി ലഭിക്കേണ്ട 55 ലക്ഷം രൂപ പഞ്ചായത്ത് അധികൃതരെ, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി ഇവരുടെ അനാസ്ഥ കൊണ്ട് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 3 വർഷക്കാലമായിട്ട് അവിടെ ആ മണ്ണ് കാട് പിടിച്ച് കിടക്കുക. ആ മണ്ണിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. ലേലം ചെയ്തതിനു ശേഷം വെറും 50,000 രൂപ മാത്രമാണ് പഞ്ചായത്തിന് ആൾ അടച്ചിട്ടുള്ളത്. അയാളെ ബന്ധപ്പെടാൻ, അയാൾക്ക് നിയമപരമായിട്ട് അയാളോട് നടപടി നടത്താൻ ആവശ്യമായിട്ടുള്ള എഗ്രിമെന്റ് പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ കോർവേസ്റ്റ് കൊണ്ടിടാൻ പോലും പൈസ ഇല്ലാത്ത പഞ്ചായത്ത്, ഭവനരഹിതരായിട്ടുള്ള നിരവധി ആളുകൾ. ഈ 3 വർഷക്കാലമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പലപ്പോഴും ഈ കാര്യത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ യാതൊരു നടപടിയും ഞങ്ങളതിന് നടപടി സ്വീകരിക്കുന്നുണ്ട്, വക്കീൽ നോട്ടീസ് അയക്കുന്നതൊക്കെ പറയുന്നല്ലാതെ ഈ കക്ഷിയായിട്ട്, ഈ കരാറുകാരനായിട്ട് യാതൊരു ഇടപെടലും പഞ്ചായത്ത് നടത്തിയിട്ടില്ല. മണ്ണ് ലേല തുടർ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ അനധികൃതമായി നിർമ്മിച്ചു പ്രവർത്തിക്കുന്ന വിവാഹ മണ്ഡപത്തിൽ നിന്നും നികുതി ഈടാക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. തനതു ഫണ്ടിലേക്ക് വരേണ്ട ഭീമമായ തുക നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും എം വീരചന്ദ്രൻ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കാഞ്ചേരിയിൽ ട്രാൻസ്ഫോമറിലെ അറ്റകുറ്റപ്പണിക്കിടയിൽ KCB ജീവനക്കാരന് ഷോക്കേറ്റു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി 39 വയസ്സുള്ള പ്രസാദിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം.
പൊതുമരാമത്ത് വകുപ്പിന്റെ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തടസ്സം നേരിടുന്ന ട്രാൻസ്ഫോമറിന്റെ ഗ്രില്ലുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലിക്കിടെയാണ് അപകടം. ഷോക്കേറ്റ പ്രസാദ് ഇലക്ട്രിക് ലൈനിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവർ ലൈനിന് മുകളിൽ നിന്നിരുന്ന പ്രസാദിനെ കയർ കെട്ടി താഴെയിറക്കി രക്ഷപ്പെടുത്തി. ആദ്യം ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മൊഴി നൽകി തൃശൂർ ACP ഓഫീസിൽ എത്തിയാണ് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകിയത്. BJPയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കഴിഞ്ഞ 12-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് CPIM നടത്തിയ മാർച്ചിനിടെ ഓഫീസിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് BJP CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ ലാത്തി പൊട്ടിപ്പോവുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജസ്റ്റിൻ ജേക്കബ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ വന്നതോടെ BJP DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP സലീഷ് ശങ്കറിന്റെ ഓഫീസിലെത്തിയ ജസ്റ്റിൻ ജേക്കബിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തുമെന്ന് ACP ഉറപ്പു നൽകിയതായി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഞങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതിയുക്തമായ ഒരു നടപടി പ്രതീക്ഷിക്കുന്നു. നടപടി ആ രീതിയിൽ എടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് പാർട്ടിയുമായി ആലോചിച്ച് അതനുസരിച്ചുള്ള തീരുമാനമുണ്ടാകും. കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാസ്കും ഹെൽമറ്റും ധരിച്ച് ഉള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ കണ്ടെത്താമെന്ന് പോലീസ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ സാധിക്കും. സമാധാനപരമായി ആ മാർച്ചിന് ഞങ്ങൾ അഭിസംബോധന ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഉദ്യോഗസ്ഥൻ ആക്രമിച്ചത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള വൈരാഗ്യമായിരിക്കും. അക്രമം നടത്തിയ പോലീസുകാരനെതിരെ വകുപ്പുതല നടപടിയുണ്ടായില്ലെങ്കിൽ പാർട്ടിയുമായി ആലോചിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി വ്യക്തമാക്കി. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവും. ഒരു മാർച്ച് വന്ന് വളരെ സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ ഒരു മാർച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകോപനവും കൂടാതെ പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ അധ്യക്ഷനെ അടിച്ചതിന് മുന്നിൽ തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയും ഞങ്ങൾ DGPക്കും DIGക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്ത പരാതിയിൽ ആ ഗൂഢാലോചനയെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളിലൂടെ അത് പുറത്തുവിടുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഈ സംഭവത്തിൽ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരാധനായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ജില്ലാ ഭാരവാഹികളായ നേതാക്കൾക്കൊപ്പമെത്തിയാണ് ACPക്ക് മുന്നിൽ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകിയത്. ചാവക്കാട് മുതുവട്ടൂരിൽ ലോറി തിരിക്കുന്നതിനിടെ പാടത്തേക്ക് താഴ്ന്നു. അപകടം ഒഴിവായി. ചിറ്റ്യാലിക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്തെ പാടത്താണ് ലോറി താഴുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാടത്തേക്ക് ചെരിഞ്ഞ വാഹനം നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ദക്ഷിണേന്ത്യയിലെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ 115ാമത് ജാറം ആണ്ടു നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും. ശൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ 115ാമത് ആണ്ട് നേർച്ചയാണ് ഓഗസ്റ്റ് 20 മുതൽ 24 വരെ ആഘോഷിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ആത്മീയ കേന്ദ്രങ്ങളിൽ സമൂഹ സിയാറത്ത് സംഘടിപ്പിക്കും. 7 മണിക്ക് ഉദ്ഘാടന സംഗമം നടക്കും. ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK ഷക്കീർ, മുൻ MP TN പ്രതാപൻ എന്നിവർ മുഖ്യാതിഥികളാകും. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സനദ്ദാന സമ്മേളനം P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ സനദ്ദാനം നിർവഹിക്കും. സമസ്ത മുഷാവറാംഗം PM അബ്ദുസലാം ബാക്കവി സനദ്ദാന പ്രഭാഷണം നടത്തും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. വെള്ളിയാഴ്ച 4 മണിക്ക് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കും. ഹജ്ജ്, വഖഫ്, കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ P സുരേന്ദ്രൻ സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കും.
ടി.എം. സിദ്ദിഖ്, സി. ഹരിദാസ്, കെ.പി. നൌഷാദ് അലി എന്നിവർ സംബന്ധിക്കും. രാത്രി 7-ന് അനുസ്മരണ സമ്മേളനം N.K. അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. സ്വാലിഹ് അൻവരി ചേകനൂർ മുഖ്യപ്രഭാഷണം നടത്തും. സമസ്ത സെക്രട്ടറിയും മഅ്ദിൻ ചെയർമാനുമായ ബദ്രു സാദത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി കടലുണ്ടി പ്രാർത്ഥനാ മജ്ലിസിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അന്നദാനം നടക്കും. ജനകീയ വിഭവ സമാഹരണത്തിലൂടെ ശേഖരിച്ച 400 ക്വിൻ്റൽ അരി പാചകം ചെയ്ത് 1,00,000 ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കും. രാത്രി 8-ന് സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ അദ്ഹൽ മുത്തന്നൂർ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടപ്രാർത്ഥനയോടെ ആണ്ടുനേർച്ച സമാപിക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അശ്ലീല വീഡിയോ കാണിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. തൊഴിയൂർ വലിയ പറമ്പിൽ 59 വയസ്സുള്ള ചന്ദ്രനെയാണ് വടക്കേക്കാട് ഇൻസ്പെക്ടർ M.K. രമേശിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടറെ കൂടാതെ SI-മാരായ P.P. ബാബു, സാബു, ASI-മാരായ സുരേഷ് കുമാർ, ഷിജു, CPO ബ്രിജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു. കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചെരിഞ്ഞു. 4 മാസമായി അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 മാസം മുൻപ് 3 തവണ ആന കുഴഞ്ഞു വീണിരുന്നു. സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടായിരുന്നു. നിരവധി ആരാധകർ ഉള്ള ആനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ. കോട്ടയം ഈരാറ്റുപേട്ടയ്ക്ക് സമീപം തീക്കോയി പരവൻ പറമ്പിൽ വീടിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ്. കേരളത്തിലുടനീളം 100 കണക്കിന് ഉത്സവങ്ങൾക്ക് നിറസാന്നിധ്യമായിട്ടുണ്ട്. ഗജോത്തമൻ, ഗജരത്നം, കളഭകേസരി, തിരുവിതാംകൂർ ഗജശ്രേഷ്ഠൻ, ഐരാവത സമൻ തുടങ്ങി നിരവധി വിശേഷണങ്ങളും പട്ടങ്ങളും നേടിയ ആനയാണ് അയ്യപ്പൻ. ചൊവ്വന്നൂർ ചെമ്മന്തിട്ട സ്വദേശിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെമ്മന്തിട്ട സ്വദേശി അണ്ണേടത്ത് വീട്ടിൽ 42 വയസ്സുള്ള പ്രചോദനയാണ് തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ വീട്ടിലെ മുറിയിലെ ഫാനിൽ കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നമ്പഴിക്കാട് നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മണലൂർ MLA മുരളി പെരുന്നലി നിർവഹിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യം ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7,30,000 രൂപ ചെലവഴിച്ചാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം നവീകരിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ ശരത് രാമനുണ്ണി, PK ആസീസ്, രാജീവ് വേണു തുടങ്ങിയവർ പങ്കെടുത്തു. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിന് ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും നേതൃത്വം നൽകി. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ 2 പേരെ പൂങ്ങോട് വനപാലകർ പിടികൂടി. ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. കാഞ്ഞിരക്കോട് സ്വദേശികളായ മങ്ങാട്ട് വീട്ടിൽ 54 വയസ്സുള്ള ശിവൻ, പട്ടുകുളം വീട്ടിൽ 59 വയസ്സുള്ള ജയരാജൻ എന്നിവരെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഒളിവിൽ പോയ കാഞ്ഞിരക്കോട് മോസ്കോ നഗറിൽ പുത്തൻപുരയ്ക്കൽ PV സജീഷിനു വേണ്ടിയുള്ള അന്വേഷണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഊർജിതമാക്കി. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B. അശോക് രാജിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരുടെ വീട്ടിൽ നിന്നും വേട്ടയാടിയ പന്നിയുടെ പാചകം ചെയ്തതും ചെയ്യാത്തതുമായ ഇറച്ചിയും പിടിച്ചെടുത്തിട്ടുണ്ട്. മാംസം വിൽപ്പന നടത്തുവാൻ വേണ്ടി ഉപയോഗിച്ച ഇലക്ട്രോണിക്സ് ത്രാസ്, പന്നിയെ പിടികൂടാൻ ഉപയോഗിച്ച കെണി, കുടുക്ക് ഉൾപ്പെടെയുള്ളവയും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. വരവൂർ ദേശമംഗലം ഭാഗത്തു നിന്നും സ്ഥിരമായി കാട്ടുപന്നിയെ വേട്ടയാടി കൊണ്ടുവന്ന കാഞ്ഞിരക്കോട് കൊടുമ്പിലെ ശിവന്റെ വീട്ടിലെത്തിച്ച് മാംസം വിൽപ്പന നടത്താറുണ്ടെന്ന് വനപാലകർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. 1-ാം പ്രതിയായ ശിവൻ മുൻപും പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ വനകുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 7ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്. ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ M. ഗണേഷ് കുമാർ, VR അനിൽകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PC പ്രവീൺ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KJ വർഗീസ്, KB രാജേഷ്, അബ്ദുൾ റഹീം, അലസ്റ്റിൻ തോമസ്, P. മോഹനൻ, വാച്ചർ B. ബാലകൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ പുതിയ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചു. 2025-28 കാലയളവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സംഗമം ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ്, ഇടവക കൈക്കാരൻ ജോൺസൺ C. തോമസ്, കേന്ദ്രസമിതി ഭാരവാഹികളായ EJ ജോഫി, CT ജെയിംസ്, CK ജോയ് എന്നിവർ സംസാരിച്ചു.
അടുത്ത 3 വർഷത്തേക്കുള്ള പുതിയ കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി ഭാരവാഹികളായി സിഒ ജെയ്സൺ കൺവീനർ, ഷാലറ്റ് ജോസഫ് സെക്രട്ടറി, MK വർഗീസ് ട്രഷറർ എന്നിവർ ഉൾപ്പെടുന്ന 7-അംഗ സമിതിയെ തെരഞ്ഞെടുത്തു. വേലൂർ ജീവജ്വാല അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. ചലച്ചിത്ര പിന്നണി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും വേലൂർ സ്വദേശിനിയുമായ പുഷ്പവതിക്കെതിരെയുണ്ടായ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം പാട്ടുകൂട്ടം സംഘടിപ്പിച്ചത്. വേലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവും SC/ST കമ്മീഷൻ അംഗവുമായ TK വാസു ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കുമോ എന്ന് ബിന്ദു കേട്ടപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും പങ്കെടുക്കും എന്ന് പറയുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണം എന്ന് ബിന്ദു പറയുന്നു. അപ്പോൾ ഞാൻ ബിന്ദുവിനോട് തന്നെ പറഞ്ഞു, ഞാൻ പങ്കെടുക്കാമെന്നുള്ളത് നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരംഗമായി പങ്കെടുക്കുക എന്ന സന്തോഷത്തിലാണ് ഞാനത് പറഞ്ഞത്. പ്രസംഗിക്കുക എന്നതല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. KV ജോസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി മുഖ്യാതിഥിയായിരുന്നു. നന്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി കേച്ചേരി, സാംസ്കാരിക പ്രവർത്തകനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ PR മോഹനൻ, ജീവജ്വാല ക്രിയേറ്റീവ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ് C എന്നിവർ സംസാരിച്ചു. കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് രാജൻ വരവൂർ തൂയിലുണർത്ത് പാടിയാണ് പ്രതിഷേധ പരിപാടി ആരംഭിച്ചത്. അജിത് കൈലാസ്, അഖിലേഷ് തയ്യൂർ, അനുശ്രീ, രേഷ്മ, അതിഥി, പങ്കജ ടീച്ചർ എന്നിവർ പുഷ്പാവതി ആലപിച്ച പാട്ടുകൾ പാടി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സഹകരണ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 20-ന് സംഘടിപ്പിക്കുന്ന തൃശൂർ BSNL ഓഫീസ് മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ ചേർന്നു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം സുഗു K. ഇട്ടിയച്ചൻ ഉദ്ഘാടനം ചെയ്തു. കോഓപ്പറേറ്റീവ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് KJ ബിജു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KS അനൂപ്, ഏരിയ ട്രഷറർ KB ശാന്തിനി എന്നിവർ സംസാരിച്ചു. പോർക്കുളം പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൃഷിക്ക് ഒരുക്കങ്ങളായി. വിത്ത് വിതച്ച് ഞാറ്റടി തയ്യാറാക്കാനുള്ള പരിശ്രമത്തിലാണ് കർഷകർ. വേദക്കാട്, കുതിരപ്പാടം പാടശേഖരങ്ങളിൽ 75 ഏക്കർ പാടത്താണ് കർഷകർ മുണ്ടകൻ കൃഷി ചെയ്യുന്നത്. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്താണ് ഇത്തവണ കൃഷി ഇറക്കുന്നത്. പാടത്ത് വിതച്ച വിത്ത് പിന്നീട് പറിച്ചു നടും. 4 മാസത്തെ പരിപാലനത്തിന് ശേഷം ഡിസംബർ അവസാനത്തോടെ കൊയ്ത്ത് ആരംഭിക്കും. വെള്ളം സുലഭമായി ലഭിച്ചാൽ മികച്ച വിളവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ജന്മദിനത്തിൽ പ്രഖ്യാപിച്ച 1 വർഷം നീണ്ടുനിൽക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചമ്മന്നൂരിൽ സൗജന്യ നേത്ര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് സൈബർ മീഡിയ കൂട്ടായ്മ ആസാദ് ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തിയ ക്യാമ്പിന് ഫൗണ്ടേഷൻ ചെയർമാൻ സലീൽ അറക്കൽ, കോർഡിനേറ്റർമാരായ അബ്ദു ഇല്ലത്തയിൽ, അഷ്റഫ് മാവിൻചുവട്, PK വിനോദ്, ഷെരീഫ് മേലേപ്പുര, ഫിറോസ് ചമ്മണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ, ഗുരുതര നേത്രരോഗം ഉള്ളവരെ ശസ്ത്രക്രിയയ്ക്കായി കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. തിമിരമടക്കമുള്ള മറ്റ് ശസ്ത്രക്രിയകൾ മലപ്പുറത്തെ ആശുപത്രിയിൽ ചെയ്തു നൽകുമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ സലീൽ അറക്കൽ അറിയിച്ചു. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ചമ്മന്നൂരിൽ പ്രതിമാസ ക്യാമ്പ് നേരത്തെ ആസാദ് ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ വർഷവും കൂട്ടായ്മ പ്രതിപക്ഷ നേതാവിന്റെ ജന്മദിനത്തിൽ 3 ജില്ലകളിൽ സൗജന്യ നേത്ര ശസ്ത്രക്രിയാ ക്യാമ്പുകൾ നടത്തിയിരുന്നു. സ്വാതന്ത്ര്യദിന വാരാചരണത്തിന്റെ ഭാഗമായി അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മേജർ PJ സ്റ്റൈജുവിന് ആദരം. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുരേഷ് P. വേണുഗോപാൽ പൊന്നാടയും ഉപഹാരങ്ങളും സമ്മാനിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാർത്ഥികളായ ഹർഷിത, P. ഔസൽ, സ്നേഹ രാമചന്ദ്രൻ, സൂരജ് എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് സെമിനാർ, ലേഖന മത്സരം, ചിത്രം വര എന്നിവ സംഘടിപ്പിച്ചു. സൈനിക, അധ്യാപക, രക്തദാന, ലഹരിവിരുദ്ധ പ്രവർത്തന മേഖലകളിലെ മാസ്റ്ററുടെ പ്രവർത്തനങ്ങളിലെ മികവിനാണ് ആദരം ലഭിച്ചത്. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ദിനവും ഫോട്ടോഗ്രാഫി ദിനവും സംയുക്തമായി ആചരിച്ചു. ദേവഭാഷയായ സംസ്കൃതത്തെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം, സംസ്കൃത ഭാഷയുടെ പ്രചാരം, അക്കാദമിക പ്രാധാന്യം എന്നിവ മനസ്സിലാക്കുന്നതിനും ദിനാചരണം കൊണ്ട് സാധ്യമായി.
വിദ്യാർത്ഥികൾ പ്രസംഗം, കവിതാ പാരായണം എന്നിവ അവതരിപ്പിച്ചു. ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം, പ്രാധാന്യം എന്നിവ ഉൾക്കൊള്ളുന്ന വിവിധ പരിപാടികൾ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ദിനാചരണങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ PR വിജയലക്ഷ്മി, ജെസ്സി വർഗീസ്, ശോഭ പത്മനാഭൻ, T അശ്വതി എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. വേലൂർ ജീവജ്വാല അക്കാദമിയുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. മറ്റം കരിഷ്മ ഓഡിറ്റോറിയത്തിൽ വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ നടന്ന കലോത്സവം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, നിവ്യ റിനീഷ്, ICDS സൂപ്പർവൈസർ സുനന്ദി എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരുടെയും ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ, നക്ഷത്ര കൂടാരത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. നാടൻപാട്ട് കലാകാരൻ അഖിലേഷ് തയ്യൂരിന്റെ നേതൃത്വത്തിൽ നാടൻപാട്ടുകളും സിനിമാ ഗാനങ്ങളും കോർത്തിണക്കിയ ഗാനമേളയും അരങ്ങേറി. മധ്യപ്രദേശിൽ വെച്ച് നടക്കുന്ന 14ാമത് നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ കിട്ടിയ ഫിയ തെരേസ ഡിന്നിയെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, രാജീവ് വേണു, PK അസീസ്, AA കൃഷ്ണൻ, സെബീന റിറ്റോ, TO ജോയ്, ശരത് രാമനുണ്ണി, രമാ ബാബു, ഷീബ ചന്ദ്രൻ, KK ജയന്തി, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ്, അങ്കണവാടി ജീവനക്കാർ, ആരോഗ്യ വിഭാഗം പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഷൺമുഖപ്രിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള സമ്പൂർണ്ണ അഷ്ടപതി മഹാസമർപ്പണം ഓഗസ്റ്റ് 24-ന് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 3 മുതൽ 6 വരെയാണ് സമർപ്പണം. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് ദീപം തെളിയിക്കും. 500-ലധികം പേർ അഷ്ടപതി സമർപ്പണത്തിൽ പങ്കെടുക്കും. അഷ്ടപതി സമർപ്പണ വേളയിൽ വേദിയിൽ നൃത്താവിഷ്കാരവും അരങ്ങേറും. 30ഓളം പേർ നൃത്താവതരണത്തിൽ പങ്കെടുക്കും. അനുരാധ മഹേഷിന്റെയും ശിഷ്യരുടെയും നേതൃത്വത്തിലാണ് അഷ്ടപതി സമർപ്പണം. അനുപമ വർമ്മയും ശിഷ്യരും നാട്യാർപ്പണത്തിന് നേതൃത്വം നൽകും. കോർഡിനേറ്റർ K മനോഹരൻ, അനുരാധ മഹേഷ്, അനുപമ വർമ്മ, VS സുനീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓരോ ഫ്രെയിമിന് പിന്നിലും ഒരു കഥയുണ്ടാകും. ഓരോ ക്ലിക്കിന് പിന്നിലും ഒത്തിരി ഓർമ്മകളും. ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനം. സലീൽ റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം. ഒരു നിമിഷത്തെ പകർത്തിയെടുക്കുന്നു എന്നതിലും എത്രയോ വലിയ മാനങ്ങളുള്ളതാണ് ഫോട്ടോഗ്രാഫി എന്ന കല. ഒരു വാക്കോ കുറിപ്പോ ഇല്ലാതെ തന്നെ ഓർമ്മച്ചെപ്പ് തുറന്ന് കഴിഞ്ഞ കാലത്തിന്റെ സന്തോഷവും വേദനയും അതേ തീവ്രതയിൽ അനുഭവഭേദ്യമാക്കാനുള്ള കഴിവ് ഫോട്ടോയ്ക്കുണ്ട്. ചരിത്രത്തെ രേഖപ്പെടുത്താൻ കഴിവുള്ള അത് ശക്തമായ ആശയവിനിമയോപാധി കൂടിയാണ്. അതുകൊണ്ടുതന്നെയാണല്ലോ ലോകചരിത്രത്തിലെ നാഴികക്കല്ലായ പല സംഭവങ്ങളെയും പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ ഓടിയെത്തുന്നത്. നിക് ഉട്ടിന്റെ നാപ്പാം ഗേൾ, സ്റ്റീവ് മക്കറിയുടെ അഫ്ഗാൻ ഗേൾ, കെവിൻ കാർട്ടർ പകർത്തിയ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്നിങ്ങനെ ലോകം എന്നും ഓർക്കുന്ന അനേകം ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങളോടൊപ്പം അവ പകർത്തിയ ഫോട്ടോഗ്രാഫറും ചരിത്രമുള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്നു. കടന്നുവരുന്ന പ്രകാശരശ്മികൾ ഇരുട്ടുമുറിയുടെ പ്രതലത്തിൽ തലകീഴായി പതിയുന്നുവെന്ന ഗ്രീക്ക് ചിന്തകൻ അരിസ്റ്റോട്ടിലിന്റെ തത്വത്തിൽ നിന്നാണ് ഫോട്ടോഗ്രാഫിയുടെ പിറവിയെന്ന് കരുതപ്പെടുന്നു. ക്യാമറ ഒബ്സ്ക്യൂറയുടെ പിറവി മുതൽ എത്രയോ പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഗ്രഹങ്ങളുടെ ചിത്രങ്ങളെടുക്കുന്ന സാറ്റലൈറ്റ് ക്യാമറ സാങ്കേതികവിദ്യ വരെയുള്ള ചരിത്രം സംഭവബഹുലമാണ്. ഇന്ന് എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. മൊബൈൽ ഫോൺ ആഗോളാടിസ്ഥാനത്തിൽ അവിഭാജ്യ ഘടകമായതോടെ ഫോട്ടോഗ്രാഫിയും ജനകീയമായി. സെൽഫികൾ മുതൽ കണ്ണിൽ പെടുന്നതെന്തും ഇന്ന് ഫോട്ടോഗ്രാഫിക്ക് വിഷയമാണ്. ഒരു മുറിയുടെ വലിപ്പമുണ്ടായിരുന്ന ഭീമൻ ക്യാമറയിൽ നിന്ന് കുടുക്കിന്റെ വലിപ്പമില്ലാത്ത കുഞ്ഞൻ ക്യാമറകൾ വരെ ഇന്നുണ്ട്. ഇനിയും ആ വളർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോർക്കുളം മേഖലാ സമ്മേളനം സമാപിച്ചു. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ മേഖലാ പ്രസിഡന്റ് ഫൗസിയ സുബൈർ പതാക ഉയർത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. ഫൗസിയ സുബൈർ അധ്യക്ഷയായി. മേഖലാ സെക്രട്ടറി സിന്ധു ബാലൻ പ്രവർത്തന റിപ്പോർട്ടും പ്രസീത സന്തോഷ് രക്തസാക്ഷി പ്രമേയവും ജിഷ ശശി അനുസ്മരണ പ്രമേയവും അവതരിപ്പിച്ചു. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ, ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ,
കെ അനിത, കെ എം നാരായണൻ, ഓമന ബാബു എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സിന്ധു ബാലൻ പ്രസിഡന്റ്, ഫൗസിയ സുബൈർ സെക്രട്ടറി, അജിത അഭിലാഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന 69ാമത് ജൂനിയർ സംസ്ഥാന അത്ലറ്റിക്സ് മീറ്റ് അണ്ടർ 20 പെൺകുട്ടികളുടെ ഹാമർ ത്രോ മത്സരത്തിൽ സുഹൈമ നിലോഫർ സ്വർണം കരസ്ഥമാക്കി. അക്കിക്കാവ് കമ്പിപ്പാലം മഠത്തിൽ പറമ്പിൽ അബ്ദുൾ അസീസ് റാബിയ ദമ്പതികളുടെ മകളായ സുഹൈമ നിലോഫർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ BBA 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. പാവർട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടി കർഷക സംഗമം സംഘടിപ്പിച്ചു. തുടർന്ന് കുട്ടികൾ മാതൃകാ കൃഷിത്തോട്ടവും പപ്പായത്തോട്ടവും നിർമ്മിച്ചു. പ്രധാന അധ്യാപിക PP പ്രിൻസി അധ്യക്ഷത വഹിച്ചു. ഫാദർ പ്രവീൺ പോൾ പപ്പായ തൈ നട്ട് മാതൃകാ കൃഷിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ MK സീന, T പ്രിൻസ് പോൾ, റോസ്മേരി സണ്ണി, സിമി ജോസ് പോൾ, ജാസ്മിൻ തോമസ്, ഫ്രാൻസി ജോൺ, റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. വിപണി. മറീന പഞ്ചകർമ്മ കേന്ദ്രത്തിന്റെ പുതിയ ബ്രാഞ്ച് ആറ്റുപുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ചർച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച മറീന പഞ്ചകർമ്മ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഷമീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ചടങ്ങിൽ ഫാദർ ഡെന്നിസ് മാറോക്കി പ്രാർത്ഥന ചൊല്ലി. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ അനിത ധർമ്മൻ, ആയുർവേദ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷെബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തലനീരിറക്കം, ഡിസ്ക് തകരാറുകൾ, കുട്ടികളിലെ അലർജി, ആസ്മ, സ്ത്രീകളിലെ PCOD, ഗർഭാശയമുഴ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സയും പ്രസവരക്ഷാ പരിചരണവും ഇവിടെ ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ വിലാസം: മറീന പഞ്ചകർമ്മ സെന്റർ, സെന്റ് ആന്റണീസ് ചർച്ച് ബിൽഡിംഗ്, ആറ്റുപുറം, ആൽത്തറ വഴി, വടക്കേക്കാട്. ഫോൺ 9847205200. മറ്റു ബ്രാഞ്ചുകൾ: JVM നഴ്സിംഗ് ഹോം ചാവക്കാട്, മറീന ക്ലിനിക് ചാവക്കാട്, മറീന ക്ലിനിക് എടക്കഴിയൂർ, മറീന ക്ലിനിക് തളിക്കുളം. ഭാർഗവൻ പള്ളിക്കര സ്മാരക സമിതി CCC ഗുരുവായൂരിന്റെ 884ാമത് പ്രോഗ്രാം ബുധനാഴ്ച നടക്കും. വൈകിട്ട് 7-ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ തിരുവനന്തപുരം നവോദയയുടെ ചേലത്തുപറമ്പിലെ ചിലപ്പതികാരം സുകുമാരി എന്ന നാടകമാണ് അരങ്ങേറുക. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 122 രൂപ. ചരമം. വാഗ ചീരോത്ത് രവീന്ദ്രൻ ഭാര്യ ചന്ദ്രിക നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കടപ്പുറം നോളി റോഡ് റഹ്മാനിയ പള്ളിക്ക് തെക്കുഭാഗം താമസിക്കുന്ന കറുപ്പം വീട്ടിൽ കൊട്ടിലിങ്ങൽ കോയക്കുട്ടി മകൾ ICV നിര്യാതയായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. റഹീം, അഷ്റഫ് എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് തേക്കിൻകാട്ടിൽ പരേതനായ മൊയ്തുട്ടിയുടെ മകൻ മുഹമ്മദ് ഷാനവാസ് നിര്യാതനായി. 43 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ പരുവക്കുന്ന പള്ളി ഖബർസ്ഥാനിൽ നടത്തും. ജസ്നയാണ് ഭാര്യ. ഹയാസാറ, ദുൽകിഫി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 3 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശികളായ ജഗൻജായ് പ്രേമി ദമ്പതികളുടെ ഇളയ മകൻ ദീപേന്ദ്ര വകനാണ് വാഗ കാക്കത്തുരുത്തിലെ ഫാമിലെ കുളത്തിൽ വീണ് മരിച്ചത്. കേച്ചേരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. പട്ടിക്കര സ്വദേശി ഊട്ടുമഠത്തിൽ സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്.
ചേലൂർ ദേവിച്ചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്ത് കരാറുണ്ടാക്കുന്ന നടപടിയിൽ വരവൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതിനാൽ പഞ്ചായത്തിന് 55 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി 4-ാം വാർഡ് മെമ്പർ എം വീരചന്ദ്രൻ. പഞ്ചായത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വീരചന്ദ്രൻ തൃശൂർ ജില്ലാ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ നേതാക്കളുടെ തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകി. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി. ദക്ഷിണേന്ത്യയിലെ പുണ്യതീർത്ഥാടന കേന്ദ്രമായ പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലെ 115ാമത് ജാറം ആണ്ട് നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും. ശൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ 115ാമത് ആണ്ട് നേർച്ചയാണ് ഓഗസ്റ്റ് 20 മുതൽ 24 വരെ ആഘോഷിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.